നമസ്കാരം. മംഗോളിയ മംഗോളിയ എന്ന് പറയുന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിസ്താരം കൊണ്ട്, ഭൂമി വിസ്താരം കൊണ്ട് വലുതും, പക്ഷേ ജനസംഖ്യയിൽ വളരെ ചെറുതുമാണ്. ഈ മംഗോളിയയാണ് ഏകദേശം 130 വർഷം ചൈനയെ അടക്കി ഭരിച്ചിരുന്നത്. ചൈനക്കാർ മംഗോളിയയെ പേടിച്ചിട്ടാണ് വൻമതിൽ വരെ കെട്ടിയത്. ഈ മംഗോളിയയുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെച്ചമൊന്നുമല്ല, സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ മംഗോളിയയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. 2015 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ഒരു വർഷത്തിനകത്ത് തന്നെ അദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യങ്ങളിൽ ചിലതിലൊന്നാണ് മംഗോളിയ. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗോളിയയുടെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. അതിന് തുടർച്ചയായി പല ചർച്ചകളും പല വികസന പ്രവർത്തനങ്ങളും പല നീക്കുപോക്കുകളും ഒക്കെ മംഗോളിയയും ഇന്ത്യയുമായിട്ട് ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ ആഴ്ച മംഗോളിയയുടെ പ്രസിഡന്റ് ഖുരേഷുഖ് ഉഖണ്ണ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോഴാണ് നമ്മൾ മംഗോളിയയുമായിട്ട് എത്രത്തോളം വലിയ വ്യാപാര വ്യവസായ കരാറുകളും അതുപോലെ നമ്മൾ തമ്മിലുള്ള ബന്ധവും എത്രത്തോളം ഉണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് $1.7 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ് മംഗോളിയയിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നു. 2, ഇന്ത്യയും മംഗോളിയയും തമ്മിൽ അവരുടെ ബോർഡർ ഫോഴ്സുകളെ ശക്തിപ്പെടുത്തുന്നതിലേക്കായ എക്സസൈസുകളും ആയുധ കരാറുകളും എല്ലാം നേരത്തെ ഉണ്ട്. 3 എന്ന് പറയുന്നത് ബുദ്ധിസം എന്ന് പറഞ്ഞൊരു ബന്ധം മംഗോളിയയും ഇന്ത്യയുമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ട്രഡീഷണൽ അല്ലെങ്കിൽ കൾച്ചറൽ കൈമാറ്റങ്ങൾ, ഈ 3 കാര്യങ്ങളിലാണ് ഇപ്പോൾ മംഗോളിയൻ പ്രസിഡന്റ് വന്നിട്ട് പോയപ്പോൾ തീരുമാനമെടുത്തത്. നമുക്കിന്ന് പ്രധാനമായി പറയേണ്ടത് മംഗോളിയൻ ഓയിൽ റിഫൈനറി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഇത് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. 2026 കമ്മീഷൻ ചെയ്യാനിരുന്നതാണ്. കൊറോണ കാരണവും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും ഇപ്പൊ കുറച്ച് നീട്ടിവെച്ച് 2028 ഇത് കമ്മീഷൻ ചെയ്യുകയാണ്. ഇതാണ് $1.7 ബില്യൺ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ നിന്നും പ്രതിദിനം 30,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായി, മംഗോളിയയിൽ വളരെ അധികമായി കോക്കിംഗ് കോൾ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് കോൾ അല്ല, കോക്കിംഗ് കോൾ. ഈ കോക്കിംഗ് കോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെ ഉത്പാദനത്തിനാണ്. സ്റ്റീൽ എന്ന് പറയുന്ന ഉരുക്ക് പുരാതന കാലം മുതലേ ഇന്ത്യയാണ് ഉരുക്ക് വ്യവസായത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സ്. ഇപ്പോൾ കുറച്ച് മങ്ങിയെങ്കിലും വീണ്ടും അതേ സ്റ്റാറ്റസിലോട്ട് ഇന്ത്യ കടന്നു വരുന്നു. അപ്പൊ ഇന്ത്യക്ക് ആവശ്യം, ഇന്ത്യയിൽ തന്നെ ഈ കോക്കിംഗ് കോൾ ഉത്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മംഗോളിയയിൽ വളരെയധികം നിക്ഷേപമുണ്ട്. ഈ കോക്കിംഗ് കോൾ വളരെയധികം ഇന്ത്യ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് ആർമി അല്ലെങ്കിൽ മിലിറ്ററി പരമായിട്ടുള്ള സഹകരണങ്ങളും ഇന്ത്യ ഈ പറയുന്ന മംഗോളിയ തങ്ങളിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രയാസം, നമുക്ക് ഈ മംഗോളിയയിലേക്ക് പോകണമെങ്കിലും വരണമെങ്കിലും ചൈനയുടെയോ റഷ്യയുടെയോ ഒക്കെ സഹായമില്ലാതെ പോക്കുവരവ് നടക്കത്തില്ല. കാരണം ഇത് റഷ്യയുടെയും ചൈനയുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു തുരുത്തു പോലത്തെ സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ പെട്ടെന്ന് ഇന്ത്യക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ചൈനയുടെ അല്ലെങ്കിൽ റഷ്യയുടെ സഹായം വേണ്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള കോക്കിംഗ് കോൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് വന്നാൽ, അതുപോലെ പെട്രോളിയം, 30,000 ബാരൽ എന്ന് പറയുന്ന ഒരു വളരെ വലിയ സംഖ്യയാണ്, അത് ഉത്പാദിപ്പിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടെങ്ജിയാൻ പോർട്ട് ചൈനയിലുള്ളത്, ഇല്ലെങ്കിൽ വ്ളാഡിമോസ്റ്റോക്ക് എന്ന് പറയുന്ന റഷ്യയിലുള്ള പോർട്ട്. ഈ 2 പോർട്ടിലേക്കും എത്തിച്ച് മാത്രമേ നമുക്ക് അവിടെ ഈ പറയുന്ന പ്രോഡക്ട്സ് മംഗോളിയയിൽ ഉത്പാദിപ്പിക്കുന്ന എന്ത് കാര്യമായാലും, ഇന്ത്യ ഉത്പാദിപ്പിക്കുന്ന എന്ത് കാര്യമായാലും അത് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാന ചലഞ്ച്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷമാണ്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മ അമീർ ഖാൻജി. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് പോയി അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനുമായിട്ട് അടിയായി, പാകിസ്ഥാനുമായിട്ട് ഇപ്പൊ സന്ധി സംഭാഷണം നടത്തി, എല്ലാം നടന്നു. പക്ഷേ ഇപ്പോൾ അറിയുന്ന വിവരം, ഞാൻ അന്ന് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ ഖൈബർ പഖ്തൂൺഖ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓൾറെഡി നമ്മുടെ തെഹ്രീക്കെ താലിബാൻ കയറി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നല്ല, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തന്നെ അടിപൊളി. പിന്നെ TLP എന്ന് പറയുന്ന ഒരു പാർട്ടി കറാച്ചിയിൽ അടിപൊളി. ഇങ്ങനെ പാകിസ്ഥാൻ ഏകദേശം ശിഥിലമാവുന്ന ഒരു അവസ്ഥയിലാണ്. ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് പ്രധാനമായിട്ടും ഇന്ത്യയാണ് പാകിസ്ഥാൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ കഴമ്പുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് പോയിന്റുകൾ പറയാം. ആ പോയിന്റുകൾ കൂട്ടിയോജിക്കുമ്പോൾ നമുക്ക് ഒരു സത്യം മനസ്സിലാവും. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം ഇന്ത്യ ഉണ്ടാക്കിയതോ ഇല്ലയോ എന്നല്ല. പക്ഷെ നമുക്ക് റഷ്യയും ചൈനയും ആശ്രയിക്കാതെ ഈ പറയുന്ന മംഗോളിയയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിലും അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിലും മറ്റൊരു റൂട്ട് കൂടെ ഉണ്ടാക്കാം. അത് റോഡ് മാർഗമാണ്. ആ റോഡ് മാർഗമുള്ള റൂട്ട് എന്ന് പറയുന്നത് പണ്ട് റഷ്യയുടെ ഭാഗമായി നിന്നിട്ടുള്ള താജിക്കിസ്ഥാൻ,
അതുപോലെ തന്നെ നമ്മുടെ കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇവരുടെ സഹായത്തോടുകൂടി അവരുടെ രാജ്യങ്ങളിലൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു റൂട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ റൂട്ട് വരുന്നത് അവസാനിക്കുന്നത് അഫ്ഗാൻ ഇന്ത്യൻ ബോർഡറിലാണ്. എന്ന് പറഞ്ഞാൽ അഫ്ഗാൻ POKയിലാണ്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ആയിട്ടുള്ള ഇന്ത്യയുടെ നമ്മുടെ പ്രഖ്യാപിത ബോർഡറാണ് POK എന്ന് പറഞ്ഞാൽ. അവിടെയാണ് അഫ്ഗാനിസ്ഥാന്റെ 150 കിലോമീറ്റർ വ്യാസമുള്ള ബോർഡർ ഇന്ത്യയുമായി കിടക്കുന്നത്. അല്ല, ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ വലിയ ബോർഡറൊന്നുമില്ല. ഈ സ്ഥലത്ത് ഈ മുനമ്പിൽ വന്നാണ് നമ്മുടെ ഈ പറയുന്ന ഏത് രാജ്യങ്ങളിലൂടെ ഒരു റോഡ് മാർഗം നമ്മൾ ശ്രമിച്ചാലും സാധനങ്ങൾ കൊണ്ടുവന്നാലും ഒരു റൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാലും ഈ അഫ്ഗാനിസ്ഥാന്റെ പ്രദേശം കഴിഞ്ഞു വേണം POKയിലേക്ക് വരാൻ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള രണ്ട് ചലഞ്ച്, ഒന്ന് പാകിസ്ഥാൻ ഇപ്പൊ കൈവച്ച് വെച്ചിരിക്കുന്ന POK, രണ്ട് അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ. അപ്പോൾ ആദ്യത്തെ കടമ്പ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം കാരണം നമുക്ക് മാറിക്കഴിഞ്ഞു. രണ്ടെന്ന് പറയുന്നത് POK ഇനി ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് ചൈനയുടെയോ റഷ്യയുടെ സഹായമില്ലാതെ നേരിട്ട് മംഗോളിയയിലേക്ക് എന്നല്ല യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള എൻട്രി നമുക്ക് തുറന്നു കിട്ടും. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് പെട്ടെന്ന് തുടങ്ങിയതല്ല. നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മറ്റു പല ഗവൺമെന്റുകളുമായിട്ടും ഈ രാജ്യങ്ങൾ സൗഹൃദ ബന്ധത്തിലാണ്. അതിനുശേഷം നരേന്ദ്രമോദിജി വളരെ വലിയൊരു ഇനിഷ്യേറ്റീവിന് വേണ്ടി എടുത്തു. ഈ പറയുന്ന രാജ്യങ്ങളുമായി നമ്മൾ നല്ലൊരു ബന്ധം വയ്ക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് താജിക്കിസ്ഥാനിലെ ഫർഖോർ എന്ന് പറയുന്ന എയർ ബേസ് നമ്മുടെ മിലിറ്ററി ബേസാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങൾക്ക് വെസ്റ്റിനെ സഹായിക്കാൻ വേണ്ടി തുടങ്ങി വെച്ചൊരു എയർബേസ് ആണ്. അതിന്ന് നിലനിർത്തി പോരുന്നുണ്ട്. ആ എയർബേസ് നമ്മുടെ ഒരു മിലിറ്ററി ബേസ് ആണ്. ഈ ഫർഖോർ എന്ന് പറയുന്ന മിലിറ്ററി ബേസ് താജിക്കിസ്ഥാന്റെ ഭാഗമാണ്. താജിക്കിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ഐനി എന്ന് പറയുന്ന വേറൊരു എയർപോർട്ടും ഇന്ത്യയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ഇന്ത്യയും റഷ്യയും കൂടെ ഉണ്ടാക്കിയതാണ് എയർപോർട്ട്, ഇപ്പോഴും മാനേജ് ചെയ്യുന്നത്. അങ്ങനെ താജിക്കിസ്ഥാന്റെ അടുത്ത് നമുക്ക് നല്ലൊരു പ്രസൻസ്, നമ്മുടെ ഒരു മിലിറ്ററി പ്രസൻസ് ഉണ്ട്. താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ചെയ്യുന്ന സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാൻ ആക്രമിക്കാൻ ആയുധങ്ങൾ വേണമെങ്കിൽ ഇന്ത്യ നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. POK കടന്നുകൊണ്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ കടൽമാർഗം പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഇറാന്റെ സഹായം തേടണം. ഇന്ത്യക്ക് വേറൊന്നും വേണ്ട. താജിക്കിസ്ഥാനിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആയുധങ്ങൾ ഇങ്ങോട്ടെടുത്ത് കൊടുത്താൽ മതി. അഫ്ഗാനിസ്ഥാൻ യഥേഷ്ടം ആയുധങ്ങൾ, പ്രത്യേകിച്ചും പിനാക്കെ പോലുള്ള റോക്കറ്റ് ലോഞ്ചേഴ്സ്, അതിനുശേഷമുള്ള അതിന്റെ റോക്കറ്റുകൾ, പിന്നെ ചെറിയ രീതിയിലുള്ള ടാങ്കും പ്ലെയിനും ഒക്കെ അടിച്ചിടാനുള്ള ചെറിയ രീതിയിലുള്ള റോക്കറ്റ്സും മിസൈൽസും എല്ലാം അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അഫ്ഗാനിസ്ഥാൻ യഥേഷ്ടം കിട്ടും. അങ്ങനെ പാകിസ്ഥാനെ ഒന്ന് അടിക്കണമെങ്കിൽ, കാര്യമായിട്ട് അടിക്കണമെങ്കിൽ. പിന്നെ താജിക്കിസ്ഥാൻ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് കിർഗിസ്ഥാനാണ്, അതുപോലെ കസാഖിസ്ഥാനാണ്, തുർക്ക്മെനിസ്ഥാനാണ്, ഉസ്ബെക്കിസ്ഥാനാണ്. ഈ പറയുന്ന രാജ്യങ്ങളെല്ലാമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സൗഹൃദ ബന്ധങ്ങളാണുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയും ഈ രാജ്യങ്ങളുമായും പലപ്പോഴും, ഇതിൽ പല രാജ്യങ്ങളുമായും പലപ്പോഴും ജോയിന്റ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്, എക്സസൈസുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആർമിയുടെ ചില പ്രസൻസുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം സത്യമാണ്. അപ്പൊ ഇതുവഴി ഒരു റോഡ് മാർഗം നമുക്ക് ഒരു റൂട്ട്, യൂറോപ്പിലേക്ക് തുറന്നിടുന്ന റൂട്ട് വിദൂരമല്ല. ഇനി പറയാനുള്ളത് തുർക്കിയെ കുറിച്ചിട്ടാണ്. അപ്പൊ തുർക്കിയും പാകിസ്ഥാനുമാണല്ലോ നമുക്ക് ഇപ്പോ പ്രസന്റ് ആയിട്ട് ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. ചൈന എവിടെ ഉണ്ടെങ്കിലും ചൈന നേരിട്ടൊന്നിനും വന്നിട്ടില്ല. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ തുർക്കിക്ക് ഇന്ത്യയുമായിട്ടുള്ള വിഷയം ഒന്നടക്കാൻ വേണ്ടി ഓൾറെഡി തുർക്കിയുടെ വേറൊരു വശത്തു നിന്നും, തുർക്കിയുടെ പടിഞ്ഞാറൻ വശത്തു നിന്നും നമ്മൾ ഏകദേശം പിന്നെ സൈപ്രസ്, ഗ്രീസ്, അർമേനിയ മേളിൽ നിന്നിട്ടുമൊക്കെ നമ്മൾ തുർക്കിയെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പടിഞ്ഞാറും കിഴക്കുമായിട്ടൊക്കെ തുർക്കിയെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിലപ്പുറം വരുന്ന ഒരു പ്രസൻസ് ആണ് നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിലൂടെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ തുർക്കിക്ക് യാതൊരു തരത്തിലും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും തുർക്കിയുടെ അവസ്ഥ. അപ്പോൾ പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യുക, പാകിസ്ഥാൻ എന്തായാലും 4, 5, 6 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെ നിലനിർത്തുക. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ നല്ലൊരു ഭാഗം, ബലൂചിസ്ഥാന്റെ നല്ലൊരു ഭാഗം, അല്ലെങ്കിൽ സൈബർ പത്തൂൺഖ പത്താൻമാരുടെ ഏരിയയാണ്, അത് പിടിച്ചോണ്ട് പോകും. അതുപോലെ തന്നെ ഇറാന് അവരുടേതായ താല്പര്യമുണ്ട്. ഇറാന് ബലൂചിസ്ഥാന്റെ ഒരു ഭാഗം കൊണ്ടുപോകും. അപ്പോൾ പാകിസ്ഥാൻ ഇറാനിൽ നിന്ന് അടിയുറപ്പാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടിയുറപ്പാണ്, ഈ പറയുന്ന നമ്മുടെ എയർബേസ് ആയിട്ടുള്ള താജിക്കിസ്ഥാനിൽ നിന്ന് അടിയുറപ്പാണ്, പിന്നെ ഇന്ത്യയിൽ നിന്ന് എപ്പോഴും അടിയുറപ്പാണ്. സിന്ദൂർ ഒന്നുപോലും ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ യുദ്ധം, അല്ലെങ്കിൽ നമ്മൾ ഭാരതം, ഇന്നത്തെ പുതിയ ഭാരതം യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘർഷം കാണുമ്പോൾ നമ്മൾ അത് അവസരമായിട്ടാണ് മുതലാക്കാറുള്ളത്. നമുക്ക് യുദ്ധം മാത്രമല്ല ആവശ്യം, നമ്മുടെ ആവശ്യം നമ്മുടെ രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയും കൂടെയാണ്. ഇതിനു വേണ്ടിയാണ് നരേന്ദ്രമോദിയെ പോലുള്ള ഏറ്റവും ബൃഹത്തായ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാർ ഇന്ത്യയിൽ ആവശ്യമുള്ളത്. നന്ദി.